إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൻ-നിസാ 29-32 വചനങ്ങളുടെ വ്യാഖ്യാനം നോക്കൂ. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തഖുലു അംവാലകും ബൈനകും, നിങ്ങൾ പരസ്പരം നിങ്ങളുടെ സമ്പത്തുകൾ ഭക്ഷിക്കാൻ പാടില്ല. ഏത് രൂപത്തിൽ? ബിൽ ബാത്തിൽ, അനധികൃതമായ രൂപത്തിൽ, എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ വരുത്തിക്കൊണ്ട് തെറ്റായ രൂപത്തിൽ നിങ്ങൾ പരസ്പരം നിങ്ങളുടെ സമ്പത്തുകളെ ഭക്ഷിക്കാൻ പാടില്ല. സാമ്പത്തിക ശുദ്ധിയാണ് നോക്കൂ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നോട്ട് വെക്കുന്നത്. ഇല്ലാ അൻ തകൂന തിജാറതൻ, ചില കച്ചവടങ്ങളായാൽ ഒഴികെയെന്നാണ്. അൻ തറാദിൻ മിൻകും, നിങ്ങൾ പരസ്പരം തൃപ്തിപ്പെടുന്ന കച്ചവടത്തിൽ കൂടിയാണെങ്കിൽ തെറ്റില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അങ്ങനെ ഹലാലായ രൂപത്തിലുള്ള സമ്പാദ്യമാണ് നിങ്ങൾ ഭക്ഷിക്കേണ്ടതെന്നാണ് ആ പറഞ്ഞതിന്റെ ചുരുക്കം. വലാ തഖ്തുലു അൻഫുസകും, നിങ്ങളുടെ സ്വന്തം ദേഹങ്ങളെ നിങ്ങൾ കൊല ചെയ്യാൻ പാടില്ല. രണ്ട് രൂപത്തിലാണ് പറഞ്ഞത്. നിങ്ങൾ പരസ്പരം കൊല ചെയ്യാൻ പാടില്ല, ആത്മഹത്യ ചെയ്യാനും പാടില്ല. ഈ രൂപത്തിലൊക്കെ വിശദീകരണം വന്നിട്ടുണ്ട്. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല കാന ബികും റഹീമ, നിങ്ങളോട് അങ്ങേയറ്റം കരുണയുള്ളവനാകുന്നു, നിങ്ങളെ കുറിച്ച് കരുണയുള്ളവനാകുന്നു അല്ലാഹു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്ത് അവസാനിക്കുന്നത്. നോക്കൂ നിങ്ങൾ, അതിന്റെ അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. ഇനി ആരെങ്കിലും അങ്ങനെ പ്രവർത്തിക്കുകയാണെങ്കിൽ, അതായത് അനധികൃതമായ രൂപത്തിൽ സമ്പാദിച്ചുകൊണ്ട് ആ മുതൽ ഭക്ഷിക്കുക അല്ലെങ്കിൽ കൊല ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ, അത് അതിക്രമമായി കൊണ്ടും അക്രമമായി കൊണ്ടും ആരെങ്കിലും അങ്ങനെയുള്ള ആ രൂപത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ, പിന്നീട് നാം അവനെ കത്തിക്കരിക്കുന്നതാണ്. നാറൻ, ആ നരകത്തിലിട്ടുകൊണ്ട് അഗ്നിയിലിട്ടുകൊണ്ട് കത്തിക്കരിക്കുന്നതാണ്. അതാണെങ്കിൽ അല്ലാഹുവിന്റെ മേൽ യസീറൻ, വളരെ എളുപ്പമുള്ളതാണ്. അള്ളാഹ്ക്ക് വളരെ എളുപ്പമുള്ളതാണ് അത്തരം സംഗതികളൊക്കെ. അതുകൊണ്ട് അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. നിങ്ങൾ അനധികൃതമായി ഹറാമായ മുതലുകൾ പരസ്പരം ഭക്ഷിക്കാൻ പാടില്ല, കൊലപാതകം ചെയ്യാൻ പാടില്ല, ആത്മഹത്യ ചെയ്യാൻ പാടില്ല എന്നുള്ള സതുപദേശമാണ് ഈ രണ്ടായത്തിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അങ്ങനെയുള്ള അതിക്രമം പ്രവർത്തിക്കുന്നവർക്ക് നരകമുണ്ടാകും, അവർക്ക് ആ നരകശിക്ഷയുണ്ടാകുമെന്നുള്ള താക്കീതും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.